പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, ഇന്ത്യൻ നേവിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇതാ നല്ലൊരു അവസരം തന്നെ, ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് വരാൻ പോകുന്നത്. മാർച്ച് 14 മുതൽ ഇതിന്റെ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആകാൻ പോവുകയാണ്. ഇന്ത്യൻ നേവിയിലേക്കുള്ള SSR MR കാറ്റഗറിയിലേക്കാണ് ഇപ്പോൾ അപ്ലിക്കേഷൻ ക്ഷണിക്കാൻ പോകുന്നത്. ഈ ഒരു വീഡിയോനകത്ത് നിങ്ങൾക്ക് SSRനെ കുറിച്ചിട്ടായിരിക്കും പറയുന്നത്. മെട്രിക് റിക്രൂട്ട്മെന്റിനെ കുറിച്ചിട്ടുള്ള വീഡിയോ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ ഈ ഒരു വീഡിയോനകത്ത് ഇതിന്റെ എക്സാം പ്രൊസീജിയർ, അപ്ലിക്കേഷൻ പ്രൊസീജിയർ, അതിന്റെ ടെസ്റ്റ്, ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതായിരിക്കും. നേവിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥിയും ഈ ഒരു വീഡിയോ ലാസ്റ്റ് വരെ കാണുക. കാരണം ഇത്തവണ ഓരോ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. കാരണം മിലിറ്ററി പോലീസിന്റെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വുമൺ മിലിറ്ററി പോലീസിലേക്കുള്ള ഫിസിക്കലിനകത്ത് ചേഞ്ച്മെന്റ് വന്നിരിക്കുകയാണ്. മുന്നേ ഹൈ ജമ്പ്, ലോ ജമ്പ് ഉണ്ടായിരുന്നു, അത് ചേഞ്ച് ആക്കിക്കൊണ്ട് പുള്ളപ്പ്, അതുപോലെ തന്നെ സിഗ്സാക്ക്, 7 ഫീറ്റ് ഡിച്ച്, ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ നേവിയിലേക്കും പല ചേഞ്ച്മെന്റ് ആണ് ഇപ്പം വരാൻ പോകുന്നത്. ആയതിനാൽ ഈ ഒരു വീഡിയോ പരമാവധി ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു അവയർനെസ് ലഭിക്കുകയുള്ളൂ. അപ്ലിക്കേഷൻ വിൻഡോ സ്റ്റാർട്ട് ആകുന്നത് 14 മാർച്ച് മുതലാണ്. 14 മാർച്ച് മുതൽ 6 ഏപ്രിലാണ് ഇതിന്റെ അവസാന തീയതി. ഈ ഒരു തീയതിക്കകത്ത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കേണ്ടതുണ്ട്. കാരണം ഒരുപാട് ഉദ്യോഗാർത്ഥികളാണ് ഇതിന്റെ അപ്ലിക്കേഷൻ കൊടുക്കാൻ പോകുന്നത്. ഇതിന്റെ എക്സാം ഡേറ്റ് 1 മാസം മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഇതിന്റെ ഏജ് ലിമിറ്റും കൂടി ഒരുപാട് കൂട്ടിയിരിക്കുകയാണ്. ആയതിനാൽ നല്ലൊരു കോമ്പറ്റീഷൻ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇതിന്റെ അടുത്ത കറക്ഷൻ വിൻഡോ 10 മുതൽ 11 ഏപ്രിൽ 2 ദിവസത്തെ കറക്ഷൻ വിൻഡോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ഏതെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10, 11 തീയതികളിൽ നിങ്ങൾക്ക് ഇതിന്റെ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുന്നതാണ്. ആ സമയത്ത് നിങ്ങൾക്ക് അത് ക്ലാരിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്ത ഇതിന്റെ സ്റ്റേജ് 1 റിട്ടേൺ എക്സാമിനേഷൻ കൊടുത്തിരിക്കുന്നത് മെയ് മാസം, അതായത് അപ്ലിക്കേഷൻ കൊടുക്കേണ്ട വിൻഡോ 6 ഏപ്രിലിന് ശേഷം നിങ്ങൾക്ക് 1 മാസം പോലും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു മാസം എന്നുള്ളത് വളരെയധികം നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഇന്ത്യൻ നേവിയിലേക്കുള്ള റിട്ടേൺ എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഫസ്റ്റ് സ്റ്റേജിലേക്കുള്ള റിട്ടേൺ എക്സാമിനേഷൻ്റെ റിസൾട്ട് കൊടുത്തിരിക്കുന്നത് മെയ് ജൂൺ മാസത്തിലാണ്. അതായത് റിട്ടേൺ എക്സാം എഴുതിയതിന് ശേഷം 1 മാസത്തിനകം നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് ലഭിക്കുന്നതാണ്. ആദ്യം തന്നെ പറയാം, ഇത് 2 ബാച്ചുകളിലേക്കായിട്ടാണ് എടുക്കുന്നത്. ജനുവരി 2027ലേക്കും അതുപോലെ തന്നെ മെയ് 2027, 2 ബാച്ചുകളിലായിട്ടാണ് ഇതിന്റെ ഇപ്പോൾ അപ്ലിക്കേഷൻ ഒരുമിച്ച് ക്ഷണിച്ചിരിക്കുന്നതും ഒരേ എക്സാം നടക്കാൻ പോകുന്നതും. അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ഉദ്യോഗാർത്ഥി, അതായത് സെപ്റ്റംബർ മാസം ഇതിന്റെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും. അതിന്റെ കോൾ അപ്പ് ലെറ്റർ ഒക്ടോബറിലാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ നേവിയുടെ ട്രെയിനിങ് സെന്റർ ചിൽക്കയിൽ വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ഇതിന്റെ സെലക്ഷൻ ആവുന്ന കുട്ടികൾക്ക് ഇതിന്റെ ട്രെയിനിങ് നടക്കുന്നത്. അത് ഡിസംബർ 2026 നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ജനുവരി ഓൺവേർഡ്സ് നിങ്ങളുടെ ട്രെയിനിങ് സ്റ്റാർട്ട് ആവും. അഗ്നിവീർ 1 2027, അതായത് ഫസ്റ്റ് ബാച്ചിൻ്റെതാണ് ഈ പറഞ്ഞിട്ടുള്ളതും. അതുപോലെ തന്നെ സെക്കൻഡ് ബാച്ചിലേക്കുള്ളത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ഉദ്യോഗാർത്ഥികളുടെ കോൾ അപ്പ് ലെറ്റർ വരുന്നത് ഫെബ്രുവരി 2027. അതുപോലെ തന്നെ ഇതിന്റെ ഫൈനൽ റിസൾട്ട് മാർച്ചിലും, അതുപോലെ തന്നെ മെയ് മാസം ഇതിന്റെ ഫൈനൽ നിങ്ങളുടെ കോൾ അപ്പ് ലെറ്റർ വീട്ടിലേക്ക് വരും. അതുപോലെ തന്നെ മെയ് മാസം ഇതിന്റെ ട്രെയിനിങ്ങും ആരംഭിക്കാൻ പോകും. അതുകൊണ്ട് 2 ബാച്ചുകളിലേക്കായിട്ടാണ് ഒറ്റൊരു എക്സാമിലേക്ക് കൂടി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. നല്ലൊരു ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ വളരെയധികം നോർമലായിട്ട്, കാരണം അപ്ലിക്കേഷൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥിയും ഇന്ന് തന്നെ എന്നുള്ള രൂപത്തിൽ ഇതിൻ്റെ പ്രിപ്പറേഷൻ ആരംഭിക്കുകയാണെങ്കിൽ, കാരണം ഇപ്പോൾ മാർച്ച്, ഏപ്രിൽ, മെയ്, ഏകദേശം 2 മാസം. ഈ നേരത്തെ 1 മാസം എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ അപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷമുള്ള ഒരു ഡ്യൂറേഷനാണ്. നിങ്ങൾ ഇപ്പോഴേ പ്രിപ്പറേഷൻ ആരംഭിക്കുകയാണെങ്കിൽ നമ്മുടെ മുന്നേ 2 മാസം കൊണ്ട് ഈ ഒരു 2 മാസത്തിനകത്ത് നല്ലൊരു ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ഏറ്റവും കൂടുതൽ പ്രിയോറിറ്റി ലഭിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കാണ്. അത് ഞാൻ പറയാം. അടുത്തത്, ഇത് ആർക്കൊക്കെ അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അൺമാരീഡ് മെയിൽ ഓർ ഫീമെയിൽ, അതായത് കല്യാണം കഴിച്ചിട്ടില്ലാത്ത ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമാണ് ഇത് അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നത്. ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. അതായത് എഡ്യൂക്കേഷൻ ക്വാളിഫൈഡ് ഇൻ 10+2 പ്ലസ് മാത്തമാറ്റിക്സ് ഓർ ഫിസിക്സ്. മാത്തമാറ്റിക്സും ഫിസിക്സും സബ്ജക്റ്റോടുകൂടി +2 പഠിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കും, അതുപോലെ തന്നെ +2 അപ്പിയറൻസ് ചെയ്തുകൊണ്ടിരിക്കും, അതായത് +2 വിഷയം, അതായത് ഈ ഒരു മാസം എക്സാം എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്കും അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. +2 എക്സാം എഴുതുന്നതും അതുപോലെ തന്നെ +2 കഴിഞ്ഞിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കും 50% പാസ്സായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് ഇത് അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന
എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്കും മിനിമം നിങ്ങൾക്ക് 50% മേലെ മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ സെലക്ഷൻ ആയാൽ പോലും നിങ്ങളുടെ അംഗീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അടുത്തതായി ഇതിന്റെ ഏജ് ക്രൈറ്റീരിയ എന്താണ് നോക്കാം. അഗ്നിവീർ ഫസ്റ്റ് 2027 ബാച്ചിലേക്കുള്ള കുട്ടികളുടെ ഏജ് ക്രൈറ്റീരിയ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഡിസംബർ 2004, അതുപോലെ തന്നെ 31 മെയ് 2009, 2004 ഡിസംബർ 1-നും 31 മെയ് 2009 ഇടയിൽ ജനിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഇത് അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നത്. ഫസ്റ്റ് ബാച്ചിലേക്കുള്ളത്. അതുപോലെ തന്നെ സെക്കൻഡ് ബാച്ചിലേക്കുള്ളതാണെങ്കിൽ ഫസ്റ്റ് മെയ് 2005-നും 31 ഒക്ടോബർ 2009 ഇടയിൽ ജനിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. കാരണം നല്ലൊരു ഏജ് ലിമിറ്റാണ് കുട്ടികൾക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഇന്ത്യൻ നേവിയിലേക്കുള്ള, കാരണം ഓൾറെഡി എയർഫോഴ്സിൻ്റെ വിളിച്ചു കഴിഞ്ഞു, അത് മാർച്ചിലാണ് എക്സാം നടക്കാൻ പോകുന്നത്. ഇന്ത്യൻ ആർമിയുടേത് ഇപ്പോൾ ഓൺ ഗോയിങ് ആണ് അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യൻ നേവിയുടേത് അപ്ലിക്കേഷൻ ക്ഷണിക്കാൻ പോകുന്നത്. ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് ചെറിയൊരു ഷോർട്ട് ടൈം മാത്രമേ ഇതിൻ്റെ എക്സാമിനേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നുള്ളൂ. അഗ്നിവീർ വായു, അതായത് എയർഫോഴ്സിലേക്കുള്ളതാണെങ്കിൽ ഈ മാസം 30-31 എക്സാം നടക്കാൻ പോകുന്നത്. 10-ാം തീയതി വരെ അപ്ലിക്കേഷൻ കൊടുക്കേണ്ട ഡേറ്റ് നീട്ടിയിട്ടുണ്ടായിരുന്നു, ഏജ് ലിമിറ്റ് വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇന്ത്യൻ ആർമിയുടേതാണെങ്കിൽ ജൂണിലാണ് ഇപ്പോൾ എക്സാം ഡേറ്റ് കൊടുത്തിരിക്കുന്നത്. അതിൽ നല്ലൊരു പ്രിപ്പറേഷൻ ചെയ്യാനുള്ള സമയമുണ്ട്. ആ ഒരു സമയത്താണ് ഇപ്പോൾ ഇന്ത്യൻ നേവി അപ്ലിക്കേഷൻ ക്ഷണിക്കാൻ പോകുന്നത്. ആദ്യം ഇന്ത്യൻ നേവിയിലേക്ക് പ്രിപ്പറേഷൻ ആരംഭിച്ചുകൊണ്ട് ആ എക്സാം കഴിഞ്ഞതിന് ശേഷം ഇന്ത്യൻ ആർമിക്കും കൂടെ അപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നല്ലൊരു അവസരം തന്നെയാണ്. ഈ ഒരു വർഷം ജൂൺ മാസത്തിനുള്ളിൽ ഈ ഒരു 3 എക്സാം നടക്കാൻ പോകുന്നതാണ്. അറ്റ്ലീസ്റ്റ് ഈ ഒരു 3 കാറ്റഗറിയിലേക്കും അപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ള ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയിലേക്ക് നിങ്ങൾക്ക് വളരെ നോർമലായിട്ട് തന്നെ ഇന്ത്യൻ സേനയുടെ യൂണിഫോം അണിയാൻ സാധിക്കും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. അടുത്തതായിട്ട് ഇതിന്റെ ഹൈറ്റ് ക്രൈറ്റീരിയ എന്താണെന്ന് നോക്കാം. 157 സെന്റിമീറ്റർ ഹൈറ്റ് ആണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേണ്ടത്. കഴിഞ്ഞ തവണ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെത് 152 അതിൻ്റെ മുന്നേ 152 ഇന്ത്യൻ നേവിയിലേക്കും. ബട്ട് ഇത്തവണ 157 സെൻറ്റിമീറ്റർ ആക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിനകത്ത് ആർക്കും തന്നെ യാതൊരു സംശയം വേണ്ട, 157 സെൻറ്റിമീറ്റർ തന്നെയാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹൈറ്റ് വേണ്ടത്. അടുത്തതായി നമുക്ക് ഇതിൻ്റെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ റിട്ടേൺ എക്സാമിനേഷൻ ആയിരിക്കും. അതിനുശേഷം റിസൾട്ട് പബ്ലിഷ് ചെയ്യും. അവരുടെ കോളപ്പ് ലെറ്റർ, അതായത് 1 മാസത്തിനകത്ത് റിസൾട്ട് വരും. അതിനുശേഷമാണ് ഫിസിക്കൽ എഫിഷ്യൻസി ഉണ്ടാകുന്നത്. ഈ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിനകത്ത് 1.6 കിലോമീറ്റർ റണ്ണിംഗ് ആണ് ആദ്യം തന്നെ ഉണ്ടാകുന്നത്. അത് 6 മിനിറ്റ് 30 സെക്കൻഡാണ് ആൺകുട്ടികൾക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ പെൺകുട്ടികൾക്കാണെങ്കിൽ 8 മിനിറ്റ് ലഭിക്കുന്നതാണ്. ഈ ഒരു 1.6 കിലോമീറ്റർ റണ്ണിംഗ് എന്നുള്ളത് എക്സലൻറ്റ്, ഗുഡ് എന്നുള്ള കാറ്റഗറി ഉണ്ടാകുന്നതല്ല. നിങ്ങൾക്ക് മിനിമം ക്വാളിഫിക്കേഷൻ മാത്രം മതി. അതായത് ക്വാളിഫൈഡ് ആകുന്ന ഉദ്യോഗാർത്ഥികളെ അത് പാസ് ചെയ്യുന്നതാണ്. അടുത്തതാണ് ഇതിൻ്റെ സ്കോട്ടപ്പിനകത്ത് വരുന്നതാണ്. ആൺകുട്ടികൾക്ക് 20 എണ്ണമാണ് എടുക്കേണ്ടത്. അതുപോലെ തന്നെ പെൺകുട്ടികൾക്കാണെങ്കിൽ 15. അടുത്തതാണ് പുഷപ്പ് വരുന്നത് 15 എണ്ണം ആൺകുട്ടികൾക്കും 10 എണ്ണമാണ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് പെൺകുട്ടികൾക്ക് വരുന്നത്. പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, നിങ്ങൾ ഇതിവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആൺകുട്ടികൾക്ക് മാത്രമായിരുന്നു പുഷപ്പ്. ഇത് പെൺകുട്ടികൾക്കും, കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വുമൺ മിലിറ്ററി പോലീസിലേക്ക് ഇത്തവണ പുള്ളപ്പിൻ്റെ ഒരു ഐറ്റംസ് ആഡ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് പുഷപ്പ് എന്നുള്ളതും നിങ്ങൾ ഇതിനെ നോർമലായിട്ട് കാണരുത്. കാരണം പെൺകുട്ടികൾക്ക് പുഷപ്പ് എടുക്കുക എന്നുള്ളത് ചില ഉദ്യോഗാർത്ഥികൾ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയായിരിക്കും. അതുകൊണ്ട് റിട്ടേൺ എക്സാമിനേഷൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഫിസിക്കലും കൂടെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിനകത്ത് പാസ്സാവാൻ സാധിക്കുകയുള്ളൂ. 15 എണ്ണമാണ് ആൺകുട്ടികൾക്ക് എടുക്കേണ്ടത്. അതുപോലെ തന്നെ പെൺകുട്ടികൾക്കാണെങ്കിൽ 10 എണ്ണം. ഈ ഒരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിനകത്ത് 4 ഐറ്റംസ് ആണ് വരുന്നത്. 1.6 കിലോമീറ്റർ റണ്ണിങ്, സ്ക്വാട്ടപ്പ്, പുഷപ്പ്, സിറ്റപ്പ്. കാല് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള സിറ്റപ്പാണ് എടുക്കേണ്ടത്. അതുകൊണ്ട് ഓരോ ഉദ്യോഗാർത്ഥിയും, കാരണം പല ഉദ്യോഗാർത്ഥികളും ഒരുപാട് നമ്മൾ കാണുന്നൊരു കാഴ്ചയാണ്, ഓരോ ഉദ്യോഗാർത്ഥിയും അതിലൊരു 90% ഉദ്യോഗാർത്ഥികൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ റിട്ടേൺ എക്സാം ക്ലിയർ ചെയ്തതിന് ശേഷം റിസൾട്ട് വരട്ടെ, ദെൻ ആഫ്റ്റർ ഐ വിൽ ട്രൈ ടു ദ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എന്നുള്ളത് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കാണുന്ന ഒരു കാഴ്ച തന്നെയാണ്. അതുകൊണ്ട് ആ ഒരു നെഗറ്റീവ് പോയിന്റ് എന്നുള്ളത് നിങ്ങളുടെ ബ്രെയിനിൽ നിന്ന് മാറ്റിക്കോളൂ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിനകത്ത് പാസ്സാവാൻ സാധിക്കുകയുള്ളൂ. സ്റ്റേജ് 2-നകത്ത് വരുന്നതാണ് റിട്ടേൺ എക്സാമിനേഷൻ. റിട്ടേൺ എക്സാമിനേഷനകത്ത് ഫസ്റ്റ് 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിനകത്ത് 1 മാർക്ക് വെച്ചിട്ടായിരിക്കും ഓരോ ക്വസ്റ്റ്യൻസിനും നിങ്ങൾക്ക് ലഭിക്കുന്നത്. അങ്ങനെ 100 ക്വസ്റ്റ്യൻ 1 മാർക്ക് വീതം 100 മാർക്കിൻ്റേത്. ഇതിനകത്ത് ഇംഗ്ലീഷ്, സയൻസ്, മാത്തമാറ്റിക്സ്, അതുപോലെ തന്നെ ജനറൽ അവയർനെസ്, ഇത്രയും സബ്ജക്റ്റാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്.
ഇംഗ്ലീഷ്, സയൻസ്, മാത്തമാറ്റിക്സ്, അതുപോലെ തന്നെ ജനറൽ അവയർനെസ്. ഇത് നിങ്ങളുടെ +2 ലെവലിലുള്ള ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങൾക്ക് ഗൂഗിളിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ മനസ്സിലാക്കും ഇതിനകത്ത് എന്തൊക്കെയാണ് ടോപ്പിക്ക് വരുന്നത്. അതായത് ഈ സബ്ജക്റ്റിനകത്ത് ഏതൊക്കെ സിലബസിനെ കുറിച്ചിട്ടാണ് നിങ്ങൾ പഠിക്കേണ്ടതെന്നുള്ള വ്യക്തമായിട്ട് ഇന്ത്യൻ നേവിയുടെ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അടുത്ത ഇതിൻ്റെ 1 മണിക്കൂർ സമയമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഡ്യൂറേഷൻ ഓഫ് എക്സാമിനേഷൻ വിൽ ബി 1 hour. ഒരു മണിക്കൂറിനകത്ത് നിങ്ങൾ ഇതിൻ്റെ റിട്ടേൺ എക്സാമിനേഷൻ ക്ലിയർ ചെയ്തിട്ട് ഈ 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ 100 ക്വസ്റ്റ്യൻ വെച്ചിട്ട് 1 മാർക്ക് വീതം 100 മാർക്കിൻ്റേത്. നല്ലൊരു പ്രിപ്പറേഷൻ ഇല്ലാത്ത ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ 1 മണിക്കൂറിനകത്ത് ഈ ഒരു 100 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് സാധിക്കാത്തൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് നല്ലൊരു പ്രിപ്പറേഷൻ ഇന്ന് തന്നെ നിങ്ങൾ ആരംഭിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ റിട്ടേൺ എക്സാമിനേഷൻ്റെ സെൻറ്റർ നിങ്ങൾക്ക് അത് അലോട്ട് ചെയ്യപ്പെടും. അത് നിങ്ങളുടെ മെയിൽ ത്രൂ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യൻ നേവിയുടെ SSR കാറ്റഗറിയിലേക്കുള്ള ഇതിൻ്റെ റിട്ടേൺ അതുപോലെ തന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിനകത്തും വരുന്നത്. അടുത്തതാണ് ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജാണ് മെഡിക്കലിനകത്ത് നിങ്ങളുടെ പ്രോപ്പർ ബോഡി ചെക്കപ്പ് തന്നെയായിരിക്കും നടക്കുന്നത്. ഇന്ത്യൻ ആർമിയുടേത് പോലെ ആയിരിക്കില്ല. വളരെ ക്ലിയർ കട്ട് തന്നെ 100% എന്നുള്ള രൂപത്തിൽ തന്നെ നിങ്ങൾ അവിടെ ചെക്ക് ചെയ്യപ്പെടും. അതിനകത്ത് പാസ്സാകുന്ന ഉദ്യോഗാർത്ഥികളെയാണ് ഡയറക്റ്റ് മെഡിക്കൽ ഫിറ്റ് അല്ലെങ്കിൽ അൺഫിറ്റ് അല്ലെങ്കിൽ റീമെഡിക്കലിലേക്ക് അവർ വിടുന്നത്. അതുകൊണ്ട് ഇപ്പോഴേ നിങ്ങൾക്ക് എന്തെങ്കിലും അതായത് പോരായ്മകൾ ഉണ്ടെങ്കിൽ ഡോക്ടറെ സമീപിക്കുക. അതുപോലെ തന്നെ അതിൻ്റെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. കാരണം ചെറിയൊരു ഡ്യൂറേഷൻ മാത്രമേ ലഭിക്കുന്നുള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ എന്തെങ്കിലും വീക്ക്നെസ് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാനുള്ള ഇന്ന് തന്നെ അതിൻ്റെ നടപടി എടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റിട്ടേൺ എക്സാമിനേഷൻ മെഡിക്കൽ അതുപോലെ തന്നെ ഫിസിക്കലിനെ കുറിച്ചിട്ട് SSR റിട്ടേൺ എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികളോട് പറയാനുള്ളത്. ഇനിയും ഏതെങ്കിലും ഉദ്യോഗാർത്ഥികൾക്ക് ഇതിനെക്കുറിച്ചിട്ട് നേവിയുടെ SSR പരീക്ഷയെ കുറിച്ചിട്ടുള്ള ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ പറയുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ സാധിക്കുന്നതാണ്. മെസ്സേജ് അയക്കുന്നതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അഥവാ റിപ്ലൈ ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ താഴെ പറയുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ടീം നിങ്ങളുടെ കോൺടാക്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഡ്രോൺ അക്കാഡമിയിൽ മാർച്ച് 23 മുതൽ ഇതിൻ്റെ എക്സാം ക്ലാസ്സസ് ആരംഭിക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ +1 +2 പഠിക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അവരുടെ ബാച്ച് ഏപ്രിൽ 3 മുതലാണ് ആരംഭിക്കാൻ പോകുന്നത്. ഈ ഒരു ക്ലാസ്സിനകത്ത് ചേരാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ താഴെ പറയുന്ന നമ്പറിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്യുക. എങ്കിൽ മാത്രമേ 1 മാസത്തിനുള്ളിൽ ഞങ്ങൾക്കും നിങ്ങളുടെ പാസ്സാക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു വീഡിയോ കേരളത്തിലെ ഇന്ത്യൻ നേവിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥികളിലേക്കും പരമാവധി ഷെയർ ചെയ്യുക. ജയ് ഹിന്ദ്.